കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു കൃഷ്ണം നമസ്യേ സദാ കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത് കൃഷ്ണായ ദത്തം മനാ കൃഷ്ണാദ്ദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം കൃഷ്ണേ ഭക്തിരചഞ്ചലസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ. കൃഷ്ണനെ ഓർക്കുമ്പോൾ ഹൃദയത്തിൽ ഭക്തി തന്നെ വരും. മായാഗോപപാലനാണ്. മായയെക്കൊണ്ട് കളിക്കണ ഒരേ ഒരാൾ കൃഷ്ണനാണ്. നമ്മളെല്ലാം മായയുടെ വലയത്തിലാണ് ശരിക്കും. ഈ മായാവലയത്തിൽ നിന്നും, ഈ മായയുടെ ദുഃഖത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ ആ ഗുരുവായൂരപ്പന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഏതു പ്രയാസത്തിൽ നിന്നും, ഏതു കുരുക്ഷേത്രത്തിൽ നിന്നും നമ്മളെ അതിൽ നിന്ന് കയറ്റി കൊണ്ടുവരാനും സംരക്ഷിച്ചു നിർത്താനും ആ പരമാത്മ ചൈതന്യ സ്വരൂപത്തിന് മാത്രമേ സാധിക്കൂ. അതിന് നമുക്ക് മഹാത്മാക്കൾ പലതരത്തിലുള്ള വഴികൾ കാണിച്ചു തന്നിട്ടുണ്ട്. അതിനകത്തൊരു പ്രധാനപ്പെട്ടതാണ് ഗുരുവായൂർ ഏകാദശി. ഭഗവാനെ നമുക്ക് ഭജിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു മാർഗം, ഒരു ദിവസമാണ് ഗുരുവായൂർ ഏകാദശി. എല്ലാം നമുക്ക് അങ്ങോട്ട് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഇവിടെ തന്നെ സ്വർഗമാവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വീട് തന്നെ വൃന്ദാവനമാവണം, അതൊരു സ്വർഗമാവണം. ഇവിടെയാണ് എല്ലാം ഉള്ളത്. പക്ഷേ എല്ലാം ഉണ്ടെങ്കിലും അത് അനുഭവിക്കണമെങ്കിൽ ആ ഭഗവാന്റെ കാരുണ്യം വേണം നമുക്ക്. അപ്പോൾ നമുക്ക് ഗുരുവായൂർ ഏകാദശി ഇതിന് ഒരുപാട് പ്രധാനങ്ങളുണ്ട്. നമുക്ക് ധനുമാസത്തിലെ തിരുവാതിര, മഹാദേവനെ പ്രീതിപ്പെടുത്താനുള്ളത്, ശിവരാത്രി, അതിവിശേഷമായിട്ടുള്ള ശിവരാത്രി, സാത്വികമായ ഓരോരോ മാർഗങ്ങൾ നമുക്കുണ്ട്. അതിലകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗുരുവായൂർ ഏകാദശി. ഈ ഗുരുവായൂർ ഏകാദശിക്ക് ഭഗവാനെ നമ്മൾ മനസ്സുരുക്കി ഭജിക്കുക, കൃഷ്ണനെ ഭജിക്കുക. മായയുടെ വലയത്തിൽ നിന്നും, ആ മായയുടെ ദുഃഖത്തിൽ നിന്നും നമ്മളെ ഒന്ന് രക്ഷിക്കണം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ മറവികളൊക്കെ ഉണ്ടാവും. കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ മറവികൾ ഉണ്ടാവും. ചില പ്രവൃത്തികളൊക്കെ വരുമ്പോൾ കൃഷ്ണൻ്റെ ഒരു ചെറിയൊരു കളിയായിരിക്കും അത്. കൃഷ്ണനെ ഒന്ന് ആശ്രയിച്ചാൽ മതി. ആ സമയത്ത് കൃഷ്ണനെ ഒന്ന് മനസ്സുകൊണ്ട് ധരിക്കുക, ഞാൻ ഭഗവാനെ എന്താ പറ്റിയത്, ഒരു മറവി. അപ്പോൾ ഭഗവാന്റെ ആ ഒരു ശ്രദ്ധ ഉണ്ടായാൽ അങ്ങനെയുള്ള ദുഃഖങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ഉയർന്നു വരാൻ സാധിക്കും. മക്കൾ നമ്മളെ പരീക്ഷിക്കും. അവിടെ മക്കൾ നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാക്കും. അവർ പല വാശി പിടിക്കും നമ്മളോട്. ഇതിൽ വിട്ട് നമുക്കതാണ് നമ്മുടെ ഉള്ളിൽ ആ മായയിൽ കുടുങ്ങി കിടക്കുകയാണ് മനസ്സ്. മായ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ഒരു തോന്നലാണ്. ഈ ലോകത്തിലെ പല കാര്യങ്ങളും തോന്നലുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുക. അതന്നെ മായ എന്ന് പറയുന്നത്. ആ മായ ഭഗവാന് മാത്രമേ ബാധിക്കാതെ ഉള്ളൂ, ബാക്കി എല്ലാവരെയും മായ ബാധിക്കും. ഇതിന് പണ്ട് ഒരു കഥയുണ്ട്. ഒരിക്കൽ നാരദ മുനിക്ക് ഇതുപോലെ ഒരു അഹങ്കാരം, ഉള്ളിൽ ചെറിയൊരു അഹങ്കാരം. അത് എന്നെ മാത്രം ഈ മായ പിടിക്കില്ല, കാരണം ഞാൻ സദാ നാരായണം ജപിക്കണ്ടല്ലോ, നാരായണ ജപിക്കണ്ട, എനിക്ക് മാത്രം മായയുടെ പിടി ഉണ്ടാവില്ല എന്നൊരു തോന്നൽ ഭഗവാന്റെ. അതങ്ങനെ വൈകുണ്ഠത്തിൽ തന്നെ പോയി ചോദിച്ചു. സാക്ഷാൽ അവിടെ തന്നെ പോയി ചോദിച്ചു. അതൊരു വലിയ ഭാഗ്യമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ, സംശയം വരുമ്പോൾ ഭഗവാന്റെ അടുത്ത് തന്നെ പോയിട്ട് ചോദിക്കണം, എന്താ എനിക്കിങ്ങനെ കുഴപ്പമുണ്ടോ, എന്താ. അപ്പോൾ ഭഗവാൻ അവിടെ തന്നെ എന്നെ നിർത്തിയുണ്ടാക്കും. ചോദിച്ചതേ ഉള്ളൂ ഭഗവാൻ, അത് എങ്ങനെയുണ്ടോ എനിക്ക് മായ. അപ്പോൾ കൃഷ്ണൻ അവിടുന്ന് അനന്തപത്മനാഭൻ, ആ പ്രഭു ശ്രീഹരി അപ്പോൾ തോന്നി, ശരി എന്നാൽ അദ്ദേഹത്തെ ഒന്ന് നോക്കാം, പറഞ്ഞു തീർന്നുള്ളൂ. അപ്പോൾ ഉടനെ വേഗം ഭഗവാൻ എന്തിനും നിങ്ങൾ വിളിച്ചു നോക്കിയോ, ഉടനെ നിങ്ങളെ കൂടെ വരും. നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലും കൂടെ ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കില്ല, നമ്മൾ പറഞ്ഞിട്ട് മറന്നു, നമ്മൾ കുറച്ച് മായയിൽ പെട്ടതുകൊണ്ട് നമ്മൾ ആ അമ്പലത്തിൽ നിന്ന് പറഞ്ഞു ഭഗവാൻ അമ്പലത്തിൽ തന്നെ ഇരിക്കുക എന്നാണ് ധരിച്ചിട്ടാണ് നമ്മൾ പുറത്തേക്ക് പോവുക. പക്ഷേ നിങ്ങൾ പോകുമ്പോൾ കൂടെ ഉണ്ടാവും, കൂടെ വരും. എൻ്റെ അനുഭവങ്ങളെല്ലാം എനിക്ക് അങ്ങനെയാണ്. എവിടെ പോയാലും എന്ത് പ്രയാസം, എനിക്ക് ഒരുപാട് പ്രയാസങ്ങളും
ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുമ്പോഴൊക്കെ ഞാനിങ്ങനെ ഭഗവാനെ വെച്ചിട്ട് പിന്നീടാണ് മനസ്സിലായത് ഇദ്ദേഹം കൂടെ തന്നെ ഉണ്ട്, നമ്മളെ കൂടെ ഉണ്ട്, സദാ സഞ്ചാരിയാണ്, സദാ നമ്മളുടെ കൂടെ ഹൃദയസഞ്ചാരി, ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണില്ല. നമ്മൾ ഹൃദയത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കണം, ഭഗവാനോട് ഇരിപ്പുണ്ടോ എന്ന് നോക്കണം. ഉണ്ട്, പോവില്ല ഒരിക്കലും. നിങ്ങളവിടെ എത്ര ദേഷ്യം വന്നാലും ഭഗവാൻ പോവില്ല. അപ്പോൾ നാരദ മുനിക്ക് ഈ ഒരു അഹങ്കാരം വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഭഗവാൻ പറഞ്ഞു, നമുക്കൊന്ന് സഞ്ചരിക്കാം, വാ കൂടെ. നാരദനും കൂടെ കൂട്ടി അങ്ങനെ കുറച്ച് ദൂരം നടന്ന് പോയപ്പോൾ ഒരു മരുഭൂമി. കാരണം ഭഗവാൻ അങ്ങ് സൃഷ്ടിച്ചു, മായ പെട്ടു കഴിഞ്ഞു. നാരദർ പറയുമ്പോഴേ പെട്ടു, ഇല്ല എന്ന് പറഞ്ഞാൽ പെട്ടു. അപ്പോൾ ഉടനെ ഇങ്ങനെ ആ മരുഭൂമിയിലെത്തി നാരദർക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കാൻ തുടങ്ങി. ദാഹം സഹിക്കുക വയ്യ. കൃഷ്ണൻ മെല്ലെ പറഞ്ഞു, എനിക്ക് ഇത്തിരി വെള്ളം വേണമല്ലോ. നാരദരെ എല്ലാം മറന്നു. സാക്ഷാൽ ഭഗവാനാണ് കൂടെ, അദ്ദേഹത്തിനാണോ വെള്ളത്തിന് കുറവ്, ഇതൊന്നും ആ മായ പെട്ടതുകൂടി ഇതെല്ലാം മറന്നു. ഭഗവാന് ഞാനാണ് കൊടുക്കേണ്ടതെന്ന് തോന്നാൻ തുടങ്ങി. പുള്ളി, അതായത് അദ്ദേഹമാണ് നമുക്ക് എല്ലാ വസ്തുക്കളും തരുന്നത്. പിന്നെ നമുക്ക് ധനമൊക്കെ ആകുമ്പോൾ മായയിൽ പെട്ടു. ഇപ്പം ഞാൻ ഭഗവാന് നേദ്യം കൊടുക്കേണ്ടതെന്ന് തോന്നും. അപ്പോൾ പറഞ്ഞ ഉടനെ നാരദർ വേഗം, ഓ ശരി, അതൊക്കെ ഞാൻ സംഘടിപ്പിക്കാം, ഭഗവാൻ ഇരിക്കുക. അല്ല, എനിക്ക് ക്ഷീണമായി, പെട്ടെന്ന് വേണം. നാരദൻ ഇങ്ങനെ നടന്ന് പോയി. കുറച്ച് ദൂരത്ത് ഇങ്ങനെ മരുഭൂമി ഒരു ദൂരത്ത് ഒരു പച്ചപ്പ്, ഒരു ഗ്രാമം കണ്ടു. വേഗം അങ്ങോട്ട് പോകുമ്പോൾ പണ്ട് കാലങ്ങളിൽ ഗ്രാമത്തിൽ ഒരു കിണറൊക്കെ കാണുള്ളൂ. ആ കിണറിൽ നിന്ന് എല്ലാവരും, ആ ഐക്യമാണ് പണ്ട്, എല്ലാവരും അവിടെ നിന്നാണ് വെള്ളം എടുക്കുക. അപ്പോൾ അവിടെ എല്ലാവർക്കും ഓരോ വീട്. ഇപ്പം നമ്മൾ എല്ലാവരും വ്യക്തിപരമായിട്ടുള്ള ചിന്തകളുള്ളതുകൊണ്ട് അവനവൻ്റെ വീട്ടിലാണ് കിണർ. നമ്മുടെ കിണറിൽ വേറൊരാൾ വെള്ളം എടുത്താൽ ദേഷ്യം വരും. പക്ഷെ അന്ന് അങ്ങനെയില്ല. ആ ഗ്രാമത്തിലൊരു കിണർ, ആ ഗ്രാമത്തിലെ ആ വെള്ളത്തിൻ്റെ അവിടെ ചെല്ലുമ്പോൾ ഒരു സുന്ദരിയായിട്ടുള്ള ഒരു യുവതി അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം എടുക്കുക. അവർ കുറച്ച് വെള്ളം തരാമോ, എനിക്ക് കുറച്ച് വെള്ളം വേണം. അപ്പോൾ ആദ്യം നമ്മൾ കുടിക്കുക. അത്രയും ദൂരം നടന്ന് ഭഗവാന് കൊണ്ടു കൊടുക്കുന്നതിന് മുമ്പേ നമ്മളങ്ങ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നാരദന് ദാഹം വന്നു. വേഗം നാരദൻ ആദ്യം എന്ത് ചെയ്തു, ആ കൈക്കുമ്പിളിങ്ങനെ കൂപ്പി നിന്നപ്പോൾ ആ യുവതി, ആ സുന്ദരിയായിട്ടുള്ളൊരു യുവതിയാണ്, അവരിങ്ങനെ അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഈ വെള്ളം ഇങ്ങനെ ഒഴിക്കുമ്പോൾ നാരദൻ ഇങ്ങനെ ഒരു കണ്ണുകൊണ്ട് ഇങ്ങനെ ഒന്ന് മേളിലോട്ട് നോക്കി. ആ മേളിലോട്ട് നോക്കുമ്പോഴേക്കും ആ സൗന്ദര്യം കണ്ടു. നാരദൻ മെല്ലെ ബ്രഹ്മചാരിയൊക്കെ മറന്നു, നോക്കുക, അതിൽ മോഹത്തിൽ പെട്ടുകഴിഞ്ഞു. ആ പെണ്ണ് നടന്നു പോകുമ്പോൾ, ആ യുവതി നടന്നു പോകുമ്പോൾ അതിൻ്റെ പിറകെ തന്നെ പോയി നാരദന്. അത് ആ ഗ്രാമത്തിലത്തെ ഗ്രാമത്തലവൻ്റെ മകളായിരുന്നു. അവിടെ ചെന്നു, എല്ലാം മറന്നു. അവിടെ ചെന്നു നേരെ ഗ്രാമത്തലവനോട് ചോദിച്ചു, എനിക്ക് നിങ്ങളുടെ കുമാരിയെ വിവാഹം കഴിച്ചു തരണം. എളുപ്പത്തിൽ നടന്നു. ഇപ്പോഴത്തെ കാലം പോലെയൊന്നുമല്ല. നാരദർ ഋഷിയാണെന്നൊന്നും നോക്കിയില്ല, മുനിയാണെന്ന് നോക്കിയില്ല, സുന്ദരനാണ്. അപ്പോഴേക്ക് നമ്മുടെ ഭാവമൊക്കെ, നമ്മൾക്കൊരാളെ വേണം എന്ന് തോന്നിയാൽ നമ്മൾ സ്വയം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ അങ്ങ് മാറും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഗന്ധർവൻ വരും, ദേഷ്യം വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ അസുരൻ വരും. നമ്മളെക്കാൾ ശക്തനാണ് അപ്പുറത്ത്, അയാളെ ഉപദ്രവിക്കണം എന്ന് തോന്നിയാൽ നമ്മുടെ ഉള്ളിൽ പൈശാചിക ഭാവം വരും, നമുക്കിഷ്ടമല്ലാത്ത പ്രവൃത്തികൾ. നമ്മുടെ ഉള്ളിൽ എല്ലാ ഭാവവും ഉണ്ട്. അതിനകത്ത് ഗന്ധർവ ഭാവം നമ്മൾ പെട്ടെന്ന് സ്വീകരിക്കും. കാരണം മറ്റുള്ളവരെ നമ്മളിലേക്ക് ആകർഷിക്കണം എന്ന് നമുക്ക് തോന്നും. ഭഗവാന്റെ ഭാവമാണ് എപ്പോഴും വേണ്ടത്. അപ്പോൾ കാരുണ്യം തന്നെ ഉണ്ടാവും നമുക്ക്. ഭഗവാന്റെ ഭാവം കാരുണ്യമാണ്. നമ്മുടെ ഉള്ളിൽ കാരുണ്യം എന്ന് പറയാൻ എല്ലാവരെയും സംരക്ഷിക്കണം എന്ന് നമ്മൾ ഭഗവാന്റെ ഭാവം നമ്മൾ തന്നെ ഭഗവാനാണ് നേരം. അങ്ങനെ ആ നാരദർ അവിടുന്ന് തീർത്ഥം, ആ വെള്ളം മേടിച്ച് കുടിച്ച് യുവതിയുടെ പിറകെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗ്രാമത്തലവനോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ മകളെ വിവാഹം കഴിയണം. ശരി, കൊടുക്കുകയും ചെയ്തു. ഒന്നും ചോദിക്കാൻ പറയാനൊന്നുമില്ല. ഒക്കെ ഭഗവാന്റെ നാടകമാണിത്. നാരദർ ഇതെല്ലാം മറന്നുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ മായയുടെ കളിയാണ്. ആ കല്യാണം കഴിച്ചു, വർഷങ്ങൾ കഴിഞ്ഞു, കുട്ടികളുണ്ടായി. പണ്ടത്തെ കാലമാണ്. 5, 8, 9 കുട്ടികൾക്ക് ഉണ്ടായി, കുട്ടികളൊക്കെ ഉണ്ടായി. അങ്ങനെ ആ ഗ്രാമത്തലവനായി. ആ ഗ്രാമത്തലവൻ മരിച്ചുപോയി. പകരം പിന്നെ നാരദരാണ്, പേരൊക്കെ മാറി, വേറൊരു പേരാണ്. അവിടെയൊക്കെ പോയി പേരൊക്കെ മാറ്റി. നാരദനാന്ന് പറഞ്ഞിട്ടല്ല വിവാഹം കഴിച്ചത്, മറ്റൊരു പേര് പറഞ്ഞിട്ട് വിവാഹം കഴിച്ചു. അവിടെ എന്നിട്ട് അങ്ങനെ ഗ്രാമത്തലവനായിട്ട് വീണയൊക്കെ പോയി, മുടിയിലെ ആ കുടുംബയൊക്കെ പോയി, ഗംഭീരമായിട്ട് അങ്ങനെ ആ ഗൃഹത്തിലെ കാരണവരെ പോലെ ഇങ്ങനെ താമസിച്ചു. കൃഷി നടത്തുന്നു, പശുക്കളെ വളർത്തുന്നുണ്ട്, പിന്നെ ധാന്യങ്ങൾ കൊയ്തു കൊണ്ടുവരുന്നു, ധാരാളം പണിക്കാരുണ്ട്, കുട്ടികൾ ബഹളം ഒരു സൈഡിൽ. ഇങ്ങനെ അതിലിങ്ങനെ മയങ്ങി അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം അതിങ്ങനെ ഭയങ്കരമായ മഴ, ശക്തമായ മഴ വന്ന്
അവിടെ ആ ഗ്രാമത്തിൽ മുഴുവൻ വെള്ളം കയറി. ആ വെള്ളമൊക്കെ കയറി അങ്ങ് വന്ന് വെള്ളം അങ്ങ് കയറി ആ നാരദൻ്റെ ആ ഭവനത്തിലെല്ലാം വെള്ളം കയറി. കാണുന്ന പോലെയല്ല, ഭഗവാനെ വിളിക്കാൻ പോലും മറന്നുപോയി. വെള്ളമൊക്കെ കയറി അങ്ങനെ അത് മുങ്ങി. കുട്ടികളൊക്കെ ഒലിച്ചു പോവാണ്, പശുക്കളൊക്കെ ഒലിച്ചു പോവാണ്. നാരദർക്ക് ആകെ പ്രയാസമായി. പെട്ടെന്ന് മക്കളൊക്കെ ഇങ്ങനെ ഭാര്യേനെയും മക്കളൊക്കെ ഇങ്ങനെ പിടിച്ചു. ആ അതിശക്തമായ വെള്ളം പോകുമ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചൊരു കമ്പിലൊക്കെ പിടിച്ചങ്ങനെ ഇരുന്നു. പക്ഷേ ആ ശക്തമായ ഒഴുക്കിൽ കയ്യിൽ നിന്ന് മക്കളും പോയി, ഭാര്യയും പോയി, വീടും പോയി, എല്ലാ സമ്പത്തും പോയി. നാരദരങ്ങ് നിലവിളിക്കാൻ തുടങ്ങി. ഭഗവാനേന്ന് വിളിച്ചു. അപ്പോൾ ഇത്രയും മറന്നുപോയി എല്ലാം. ആ ഭഗവാനേന്ന് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ് നാരദന് മെല്ലെ ആ ശ്രീഹരി ഒരു തട്ട് കൊടുത്തു. നീ എഴുന്നേക്ക്, എന്താ ഇത്, അങ്ങ് എഴുന്നേക്കൂ. അപ്പോൾ നാരദ് ഞെട്ടി എഴുന്നേറ്റപ്പോൾ ഈ വൈകുണ്ഠത്തിൽ തന്നെ ഉണ്ടത്രേ, പോയിട്ടില്ല, ഇവിടുന്ന് തന്നെ. ആ മായ അനുഭവിക്കുന്ന എങ്ങനെയാണ്, മായയുടെ ദുഃഖം ഒന്ന് അറിയണമെന്നുണ്ടായിരുന്നു, ആ മായയുടെ പ്രയാസം എന്താണെന്ന് അറിയണമെന്നായിരുന്നു. എല്ലാവരും ഭഗവാൻ പറഞ്ഞു, എല്ലാവരും മായക്ക് അതീതമല്ല, മായക്കകത്ത് തന്നെയാണ് എല്ലാവരും ഉള്ളത്, മായാലോകമാണിത്. അങ്ങനെ നമ്മളും ഇതേപോലെയുള്ള മായയുടെ ദുഃഖത്തിലാണ്. ശരിക്കും നമ്മൾക്ക് അങ്ങനെ തോന്നുകയാണ്, ഇതെല്ലാം എൻ്റേതാണെന്ന് തോന്നും. ഇതിലൊന്നും നമുക്ക് നിയന്ത്രിക്കാനോ പിടിച്ചു വെക്കാനോ ഒന്നും കഴിവ് നമുക്കില്ല. സാക്ഷാൽ ശ്രീഹരിക്ക് മാത്രമേ ഉള്ളൂ. അവിടെയാണ് നമ്മൾ ആ ശ്രീഹരിയുടെ ആ ശ്രീപാദം നാരായണിയൊക്കെ ജപിച്ച് നമ്മൾ ഭഗവാനെ സ്തുതിക്കുന്നത് അവിടെയാണ്. അപ്പോൾ ആ ഭഗവാനയുടെ പ്രീതി ഉണ്ടെങ്കിൽ ഈ മായാദുഃഖത്തിൽ നിന്ന് നമുക്ക് കരകയറാൻ പറ്റും. അതിന് ഈ നാരായണീയത്തിൻ്റെ ദിവസം, അതായത് ഈ ഏകാദശി, ഗുരുവായൂർ ഏകാദശിക്ക് ആ സാക്ഷാൽ ഗുരുവായൂരപ്പനെ നമുക്ക് ഭജിക്കാം. എല്ലാവരും അവരവരുടെ ഭവനത്തിൻ്റെ അടുത്തുള്ള കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ പോവുക, അവിടെ തൊഴുത് പ്രാർത്ഥിക്കാം. അതുപോലെ ഏകാദശി വ്രതമൊക്കെ എടുക്കാം, ആവുന്നതുപോലെ എടുക്കുക. ആരോഗ്യമില്ലെങ്കിൽ ഉപവാസമായിട്ട് എടുക്കണമെന്നില്ല. ചെറിയ ചെറിയ ഫലങ്ങൾ ഭഗവാന് നിങ്ങൾ എങ്ങനെയായാലും നിങ്ങൾക്ക് ഒരു ചെറിയൊരു ശീലം മാത്രമുണ്ട്, ഇത് മതി, ഇത്രയേ വേണ്ടൂ, അങ്ങനെ ചിന്തിക്കരുത്. ഈ മതി എന്ന് തോന്നിയാൽ ഭഗവാൻ അത് പോരാന്ന് പറയും. അപ്പോൾ ഒന്നും പോരാ, ഇതൊക്കെ അതായത് പണം ആണെങ്കിൽ പോരാ എന്ന് പറയും നമ്മൾ. പക്ഷേ അതല്ല, ജീവിതത്തിൻ്റെ ചില നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളിൽ മതി എന്ന് നമുക്ക് തോന്നിയാൽ, ഇത് മതി എന്ന് തോന്നിയാൽ ഭഗവാൻ നമ്മളെ അനുവദിക്കില്ല. അപ്പോൾ അദ്ദേഹം നമുക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എല്ലാം അതിൻ്റെ പൂർണ്ണതയോടുകൂടി ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് ആ ഒരു ഭാവം വേണ്ട. ആരോഗ്യം തീരെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപവാസത്തിന് നിങ്ങൾ അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിച്ചു എന്ന് വെച്ചാൽ ഭഗവാൻ ഒന്നുമില്ല. നമ്മളെല്ലാം ആ ചായ കുടിച്ചിട്ടുള്ള വ്രതം മതി എന്ന് ചിന്തിച്ചാൽ അത് പ്രയാസമായിട്ട് തീരും. അപ്പോൾ ഭക്തിയോടുകൂടി ഉപവാസത്തോടുകൂടി കൃഷ്ണനെ നമ്മൾ ആ ഏകാദശി ദിവസം എല്ലാവരും ഭജിക്കണം. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഇപ്പോൾ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന മുതലിയാറമ്മട മഹാദേവ ക്ഷേത്രത്തിൽ ആ ഗുരുവായൂർ ഏകാദശിയായിട്ട് രാവിലെ മുതലേ നാരായണീയം അർച്ചനയും അതേപോലെ വൈകുന്നേരം സമ്പൂർണ്ണമായിട്ടുള്ള നെയ്വിളക്ക്, ക്ഷേത്രം മുഴുവൻ നെയ്വിളക്ക് കൊണ്ട്, നെയ്ദീപം കൊണ്ട് നിറയും. ശ്രീകോലുകളിൽ ചുറ്റുവിളക്കുകളും എല്ലാം നെയ്യാണ് സമ്പൂർണ്ണമായിട്ട്. അതിനകത്തേക്കും ഈ ക്ഷേത്രത്തിലേക്ക് പറ്റുന്നവർക്കെല്ലാം വന്ന് പങ്കെടുക്കുക. ഈ നാരായണീയ അർച്ചനയിൽ അതൊരു ആഘോഷമായിട്ട്, ഒരു ഉത്സവമായിട്ട് കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അതിനകത്ത് പങ്കെടുക്കണം പരമാവധി എന്ന് പ്രാർത്ഥിക്കുന്നു. ആ നെയ്ദീപം ഇതുപോലെ നിങ്ങളുടെ അടുത്തടുത്തുള്ള ക്ഷേത്രത്തിലെല്ലാം ഭഗവാന് ആ ദിവസം വെണ്ണ, കദളിപ്പഴം, നെയ്വിളക്ക് സമർപ്പിക്കുക, പുരുഷ സൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കുക, ഭാഗ്യസൂക്തം കൊണ്ട് കഴിക്കുക, ഭഗവാനെ മനസ്സുരുകി നാരായണീയം വായിക്കുക, ഭഗവത് കീർത്തനങ്ങൾ വായിക്കുക ആ ദിവസം. അങ്ങനെ ആ മായാവലയത്തിൽ നിന്നും നമുക്ക് കുറച്ചൊരു ഉണർവുണ്ടാവണം. അപ്പോൾ നമുക്ക് നല്ല സന്തോഷമൊക്കെ ഉണ്ടാവും. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും.